യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാരായ ഡ്രൈവർമാരെ മാറ്റി പകരം അമേരിക്കൻ സൈനികരെ നിയമിക്കാൻ നിർദ്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവേനിയ ഡിഫൻസ് ആൻഡ് ഇന്നൊവേഷൻ സമിറ്റിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ ട്രംപ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അനധികൃതമായി എത്തിയ പല ട്രക്ക് ഡ്രൈവർമാരും സുരക്ഷിതരല്ലെന്നും രാജ്യത്തുണ്ടാകുന്ന പല മാരകമായ വാഹനാപകടങ്ങൾക്കും കാരണം ഇവരാണെന്നും ട്രംപ് സമ്മിറ്റിൽ ആരോപിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ട്രംപ് ഭരണകൂടം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. ട്രംപിന്റെ നിർദ്ദേശം പ്രാവർത്തികമായാൽ യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ സജീവമായ ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന സ്വദേശികളെ ഇത് ദോഷകരമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. അനധികൃത കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ തങ്ങളുടെ ഭരണകൂടം ഉടൻ തന്നെ ചരിത്രപരമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി. അനധികൃതമായി എത്തിയ ഈ ഡ്രൈവർമാർ റോഡിലെ ബോർഡുകൾ പോലും വായിക്കാൻ അറിയാത്തവരാണ്. അവരിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണ്. ഇത്തരക്കാർ വലിയ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. തികച്ചും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടന്ന അവരെ നമുക്ക് ആവശ്യമില്ല. എന്നാൽ അവർ ഇപ്പോൾ അമേരിക്കൻ റോഡുകളിലൂടെ ഉടനീളം വണ്ടി ഓടിക്കുകയാണ്, ട്രംപ് പറഞ്ഞു. ഇവർക്ക് പകരമായി അഭിമാനികളായ അമേരിക്കൻ സൈനികരെ ഈ തസ്തികകളിൽ നിയമിക്കുമെന്നും അവരെ ട്രക്ക് ഓടിക്കാൻ പഠിപ്പിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുഎസ് സൈന്യത്തിന് വേണ്ടി കനത്ത വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള ഏത് അമേരിക്കൻ പൗരനും വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസിന് അർഹതയുണ്ടായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. പൊതുജന സുരക്ഷയും മുൻ സൈനികർക്കുള്ള തൊഴിലവസരവും മുൻനിർത്തിയാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. അമേരിക്കയിലെ ട്രക്കിംഗ് മേഖലയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് സിഖ് വംശജർക്ക് വലിയ സ്വാധീനമുണ്ട്. നോർത്ത് അമേരിക്കൻ പഞ്ചാബി ട്രക്കേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് യുഎസിലെ 1.5 ലക്ഷത്തോളം ട്രക്ക് ഡ്രൈവർമാർ പഞ്ചാബ്, ഹരിയാന സ്വദേശികളാണ്. ഇവരിൽ ഭൂരിഭാഗവും യുഎസ് പൗരന്മാരോ സ്ഥിരതാമസക്കാരോ ആയി നിയമപരമായി ജോലി ചെയ്യുന്നവരാണെങ്കിലും അടുത്തിടെയുണ്ടായ ചില അപകടങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സാൻ ബെർണാർഡിനോ കൗണ്ടിയിലുണ്ടായ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതിയായ ജഷൻപ്രീത് സിംഗ് എന്ന 22-കാരനായ ഇന്ത്യൻ വംശജനായ ഡ്രൈവർ യുഎസിൽ അനധികൃതമായാണ് താമസിച്ചിരുന്നത്. ഇയാൾക്ക് കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് പുതിയ കർശന നടപടികളിലേക്ക് നീങ്ങാൻ ട്രംപ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത്. നിലവിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ചിൽ നിയമപരമായ അനുമതിയുള്ള 2 ലക്ഷത്തോളം കുടിയേറ്റ ഡ്രൈവർമാർക്ക് ലൈസൻസ് നഷ്ടമായതായി റിപ്പോർട്ടുകളുണ്ട്. ഡ്രൈവർമാരുടെ കുറവ് നേരിടുന്ന യുഎസ് ട്രക്കിംഗ് വ്യവസായ മേഖലയെ ട്രംപിന്റെ ഈ പുതിയ പരിഷ്കാരം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഈ വർഷം മാർച്ച് മാസത്തിൽ മാത്രം നിയമപരമായ രേഖകളുള്ള 2 ലക്ഷത്തോളം കുടിയേറ്റക്കാരായ ഡ്രൈവർമാരുടെ ലൈസൻസുകൾ ഭരണകൂടം റദ്ദാക്കിയിരുന്നു.